മൂന്നാമതായി ഇതാ സഹകരണ മേഖലയിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. CPM-ന്റെ സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ മൂന്നാമത്തെ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതയെന്നാണ് CPM സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പയെടുക്കുന്നുവെന്നും വലിയ തുക വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ക്രമക്കേടുകൾ അതത് ഘട്ടത്തിൽ തിരുത്തണമെന്നും നേതാക്കളുടെ വായ്പാ വിവരങ്ങൾ നേതൃത്വത്തെ അറിയിക്കണമെന്ന നിർദ്ദേശം പാലിച്ചില്ലെന്നും വിമർശനമുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, കരുവന്നൂരടക്കമുള്ള വിഷയങ്ങൾ, അതേപോലെ കണ്ടലയടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. റിപ്പോർട്ടിൽ സഹകരണ മേഖലയിൽ ചില നേതാക്കൾ തന്നെ വായ്പയെടുത്തിട്ട് സഹകരണ മേഖലയിൽ അനാരോഗ്യകരമായ ചില പ്രവണതകൾ കാണിക്കുന്നുവെന്നാണോ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്? തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ് അരുൺ. CPM-നെ സംബന്ധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയും ബലവും എന്ന് പറയുന്നത് സഹകരണ മേഖലയുടെ കരുത്താണ്. CPM-ന്റെ നിരവധിയായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഏരിയ ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുടെ ജീവിത പങ്കാളികൾക്ക് ഉൾപ്പെടെ ജോലി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെയെല്ലാം ഈ പാർട്ടിയിൽ ഇപ്പോഴും അടിയുറച്ച് നിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം CPM-ന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ തെറ്റായ പ്രവണതകൾ പാർട്ടി നേതാക്കൾ കാണിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള അതീവ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പ്രവർത്തന റിപ്പോർട്ടിൽ തെറ്റായ പ്രവണതകളും അത് തിരുത്താനുള്ള ഇടപെടലുകളും എന്നുള്ള ഭാഗത്താണ് ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാങ്കുകളുടെ നിയമങ്ങൾ കാറ്റിപ്പറത്തി ലോണുകൾ സ്വയം വാങ്ങുകയും സംഘടിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന രീതിയും ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്ന് തെറ്റായ രീതിയിൽ പണം പിൻവലിച്ച് കൈവശപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവയെല്ലാം പരിശോധിച്ച് തിരുത്തിപ്പോകുന്നതിന് കഴിയേണ്ടതുണ്ട്. ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാനാകണം. ഏരിയ കമ്മിറ്റി വരെയുള്ള സഖാക്കൾ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകളുടെ വിശദാംശങ്ങളും തിരിച്ചടവ് സംബന്ധിച്ച വിവരങ്ങളും സംസ്ഥാന സെന്ററിൽ അറിയിക്കണമെന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് ചിറ്റ് കൊടുത്തിരുന്നു. എന്നാൽ കണ്ണൂർ ജില്ല ഒഴികെ മറ്റൊരു ജില്ലാ കമ്മിറ്റിയും അത്തരത്തിലുള്ള നടപടി നൽകിയിട്ടില്ല. ഈ മേഖലയോട് നാം സ്വീകരിക്കുന്ന സമീപനം എന്തെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അതിൽ മറ്റൊരു ഭാഗത്ത്, അതായത് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്ന മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഈ പാർട്ടിയിൽ നേതാക്കൾ തന്നെ വലിയ തോതിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങുകയും അവ തിരിച്ചടക്കാതിരിക്കുകയും ചെയ്യുന്നത് അവ തിരിച്ചു നൽകാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതായത് പാർട്ടി നേതാക്കൾ തന്നെ ലോൺ എടുക്കുകയും അത് പിന്നീട് തിരിച്ചടക്കാതിരിക്കുകയും ബാങ്കുകളുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. അപ്പോഴും ഈ ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ ഒരു കാരണവശാലും തിരിച്ചടക്കാതെ നിൽക്കുകയും പിന്നീട് ആ ബാങ്കുകളുടെ വലിയ ഒരു വിശ്വാസ്യതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന, അതിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ബാങ്കിൻ്റെ പേര് കൃത്യമായി പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടി ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ ശ്രദ്ധയിൽപ്പെടുന്ന ഘട്ടത്തിൽ അതിൽ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സന്നദ്ധമായിരുന്നു സംസ്ഥാന നേതൃത്വം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതൊരു സ്വയം വിമർശനകരമായും അതുപോലെ തന്നെ നേതാക്കൾക്കെതിരായിട്ടുള്ള വിമർശനമായും ഉള്ള അല്ലെങ്കിൽ അത്തരമൊരു ഉള്ളടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂര് ചർച്ചയായതിനു ശേഷമാണ്, ചർച്ചയായി തുടങ്ങുന്ന ഘട്ടത്തിൽ ED വരുന്ന ഘട്ടത്തിലാണ് എറണാകുളത്ത് CPM സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. എന്നാൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി പരിണമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ CPM സംസ്ഥാന സമ്മേളനമാണ്. നമ്മൾ സ്വാഭാവികമായും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതാണ്. അത് അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളെ പാർട്ടി ഗൗരവത്തിലാണ് കാണുന്നത്. സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ ചില പാർട്ടിയിലെ തന്നെ ചില പ്രവർത്തകരും നേതാക്കളും അറിഞ്ഞോ അറിയാതെയോ ആ അനാരോഗ്യകരമായ തെറ്റായ പ്രവണതയുടെ ഭാഗമാകുന്നു എന്നാണ് പാർട്ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കരുവന്നൂർ ബാങ്ക് സ്വാഭാവികമായും ഈ സമ്മേളന കാലയളവിലാണ് ഈ കരുവന്നൂർ വിവാദമൊക്കെ ഉണ്ടായത് എന്നിരിക്കെ അത് സ്വാഭാവികമായും ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരിക എന്നത് ഒരു അസാധാരണമായ നടപടിയല്ല. പക്ഷേ അസാധാരണമായി ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് ഈ നേതാക്കൾ തന്നെ ലോണുകൾ എടുക്കുകയും ലോണുകൾ സംഘടിപ്പിച്ച് നൽകുകയും അതിനകത്ത് നിന്ന് ഒരു നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണതകളുണ്ട്. അത് തിരുത്തിയില്ലെങ്കിൽ ഈ പാർട്ടിയുടെ തന്നെ അടിത്തറയായിട്ടുള്ള സഹകരണ മേഖലയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരും. അതായത് സഹകരണ പ്രസ്ഥാനത്തെ, സഹകരണ
മേഖലയെ അത് തകർക്കുക എന്നുള്ള നടപടി പാർട്ടി നേതാക്കൾ സ്വീകരിച്ചാൽ അത് ആത്യന്തികമായി ബാധിക്കുക പാർട്ടിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയായി മാറും. ഇത് ഏതെങ്കിലും ഒരു കരുവന്നൂർ ബാങ്കിന്റെ വിഷയം മാത്രമായല്ല സമ്മേളനം ഇതിനെ കാണുന്നത്. അതായത് കരുവന്നൂരിലേക്ക് മാത്രമായി ഈ വിഷയത്തെ CPIM ചുരുക്കുന്നില്ല. ഇതിൽ വിപുലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എത്രയോ അധികം സഹകരണ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള നേതാക്കളായിക്കോട്ടെ, അങ്ങനെ നേതാക്കളുടെ തട്ടുകൾ വ്യത്യാസമാണ് എങ്കിൽ കൂടി ഇതിനകത്തുള്ള തെറ്റായ പ്രവണതകൾ കൂടി CPIM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇത്. കാരണം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതിൽ CPM തന്നെ അല്ലെങ്കിൽ ആ CPMന്റെ നേതാക്കളുടെ തെറ്റായ പ്രവണത തന്നെ ഈ സഹകരണ മേഖലയിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു എന്നത് CPMനെ സംബന്ധിച്ച് അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ തന്നെയുള്ള ഒരു വാണിംഗ് നേതാക്കൾക്ക് നൽകുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കരുവന്നൂർ സംഭവിച്ചതിനു ശേഷം, കരുവന്നൂർ വലിയ രാഷ്ട്രീയ വിവാദമായതിനു ശേഷം പ്രേക്ഷകർക്കറിയാവുന്ന പോലെ AC മൊയ്തീനെ കൊടുക്കാൻ ED നടത്തിയ ശ്രമത്തെ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും പാർട്ടിയുടെ നിലപാട് കരുവന്നൂരിൽ ചില അനാരോഗ്യകരമായ പ്രവണതകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രവണതകൾ മറ്റിടങ്ങളിലുമുണ്ടോ എന്നുള്ളത് പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് പാർട്ടി ഇപ്പോൾ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നേതാക്കൾ ഈ തെറ്റായ ചില പ്രവണതകളുടെ ഭാഗമാകുന്നുണ്ട്. ലോണുകൾ എടുക്കുന്ന കാര്യത്തിൽ, വായ്പാ വിവരങ്ങൾ നേതൃത്വത്തെ അറിയിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വീഴ്ച നേതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ലോൺ വാല്യുവേഷനിലടക്കം, അതായത് നിങ്ങൾക്ക് വായ്പാ പരിധി എത്രയുണ്ട് അത് മറികടന്നും ചില ആളുകൾ ചില അധികാരബന്ധം ഉപയോഗിച്ച് ലോൺ എടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതകളുണ്ട് എന്ന നിഗമനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അടിമുടി തുറന്ന് കാര്യങ്ങൾ വിമർശിക്കുകയാണ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട്. പാർട്ടിയിലെ സംഘടനാ ദൗർബല്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടനാ ദൗർബല്യങ്ങളെ പാർട്ടി അതിജീവിക്കണം എന്ന് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വാർത്താ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരാണെങ്കിലും മറ്റു പാർട്ടി അനുയായികളാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, ഇതിൽ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം റിപ്പോർട്ടർ TV ഈ വാർത്ത എക്സ്ക്ലൂസീവായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും വിധത്തിൽ ഊഹാപോഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്നതല്ല. പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുമുണ്ട് നമ്മളുടെ കൊല്ലത്തെ റിപ്പോർട്ടർ വാർത്താ സംഘം ഓരോരോ പ്രധാനപ്പെട്ട വിവരങ്ങളായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കും.